ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവം നമ്മളെ കൈവിട്ടില്ല അമ്മേ. അമ്മയ്ക്ക് സന്തോഷായോ? കിട്ടിയ കാശും കൊണ്ട് നീ ഇങ്ങോട്ട് വാ. ഓപ്പറേഷന്റെ കാര്യമൊക്കെ മനസ്സിലായി. ഓപ്പറേഷന്റെ കാര്യത്തിനായി കാശ് ചെലവാക്കണ്ട, അത് എനിക്ക് വേണ്ടി കൂട്ടിവെക്കാനല്ലേ. ഒരുപാട് കാലമായിട്ട് നിന്നെ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് കൈ കിട്ടിട്ട് ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ നീ? ഗോപാല, ഇവളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. പെട്രോൾ ഒഴിച്ച് കത്തിച്ചേക്ക്. ഗുണ്ടകളെ വിട്ട് പേടിപ്പിച്ചാലേ ഞാൻ നാട്ടിലേക്ക് ഓടിപ്പോന്ന് കരുതിയോടി. കരുതിയോടി? എന്നെ ഇഷ്ടമോളെ തട്ടിക്കൊണ്ട് പോയിട്ടെ എന്താണ് നീ നിന്റെ ഗുണ്ടകളോട് പറഞ്ഞേ? പറയടി. അന്നവന്മാര് ഞങ്ങളെ മുഖം മൂടി ഇരുത്തിയപ്പോ ഞാൻ മനസ്സിൽ കരുതിയതാടി, എന്നെങ്കിലും നിന്നെ കണ്ടാൽ നിനക്കിട്ട് ഒരെണ്ണം തരണമെന്ന്. മോളെ കൃഷ്ണേ, നിനക്ക് തരാനുള്ള കാശ് മുഴുവൻ അതിലുണ്ടോ നോക്ക്. ആ കാശ് എടുക്കരുത്, അതെടുക്കരുതെന്ന്. മിണ്ടിയല്ലേ, നിന്നെ കൊന്നു കളയും ഞാൻ. എത്ര പേരുടെ കാശ പറ്റിച്ചോണ്ട് വന്നേന്നറിയോ? ആ പാവങ്ങളൊക്കെ അതിനു വേണ്ടി ഇവിടെ കാത്തിരിക്ക. കൃത്യമായ കണക്ക് എന്റെ കയ്യിലുണ്ട്. അത്രയും പണത്തിലുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. അനങ്ങിയാൽ നിന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും. അതെടുക്കില്ല. ഗോപാലമാമ, എല്ലാവർക്കും കൊടുക്കാനുള്ള പണമുണ്ട്. ഇനി എന്ത് നോക്കാനാ മോളെ? എടുത്തോ. എല്ലാവർക്കും കൊടുക്കാനുള്ളത് കഴിച്ചിട്ടേ ബാക്കിയുള്ളതാ. നിങ്ങളുടെ കാശൊന്നും ഞങ്ങക്ക് വേണ്ട. എന്നാ പിടിച്ചോ. ഇനി ഇതിന്റെ പേരിൽ നീ നിന്റെ ഗുണ്ടകളെയും കൊണ്ട് പ്രതികാരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. വെക്കടി, ഓടി ഇവിടുന്ന്. മോനാ, നീ ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തെ ഈ കാശ് കിട്ടില്ലായിരുന്നു. അവള് നാട് വിടാനുള്ള ഒരുക്കത്തിലായിരുന്നല്ലോ. ആ മോളെ കൃഷ്ണ, നിനക്ക് ഭാഗ്യമുണ്ട്. അല്ലായിരുന്നെങ്കിലേ ഇപ്പൊ ഇത് സംഭവിക്കില്ലായിരുന്നു. ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. ദയവായിട്ടാ ചേട്ടനെ അവരുടെ മുന്നിൽ എത്തിച്ചത്. കയ്യിൽ കാശിരിപ്പുണ്ട്. അവളാണെങ്കിൽ ഒരു വൃത്തിയിട്ടവൾ. നിങ്ങൾ വേഗം വീട്ടിൽ പോവാൻ നോക്ക്. മോന, ഞാൻ വിളിക്കാടാ. പോ മോളെ, വാ. ശരി മോന. ശരി.
കൃഷ്ണേ അമ്മേ. ഹലോ കൃഷ്ണേ. ഉണ്ണിമായെ, സുന്ദരിയുടെ അടുത്തുനിന്ന് കാശ് കിട്ടിയടി. ആണോ? അവര് കൊണ്ടുവന്ന് തന്നോ? കൊണ്ടുവന്ന് തന്നോന്നല്ല, ഓടിച്ചിട്ട് പിടിച്ചു വാങ്ങിച്ചതാ. ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കായിരുന്നു. എന്റെ പൈസ മാത്രല്ല, എല്ലാവരുടെ പൈസയും വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോഴും അത് പറഞ്ഞ് കരഞ്ഞതേ ഉള്ളൂ. നീ അമ്മയുടെ കയ്യിൽ കൊടുക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ദാമേ. ഹലോ. അമ്മ എന്താ എന്നോട് പറഞ്ഞേ? എനിക്ക് സുന്ദരിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ലേ? കാശ് കിട്ടില്ല എന്നല്ലേ? എന്നാലേ ഞാൻ സുന്ദരിയെ കാണുകയും ചെയ്തു, കാശ് വാങ്ങിക്കുകയും ചെയ്തു. സത്യമാണോടി? പിന്നെ അല്ലാതെ. നാളെ രാവിലെ തന്നെ ഞാൻ കാശുമായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോണം. കൊറേ കരയിച്ചെങ്കിലും ദൈവം നമ്മളെ കൈവിട്ടില്ല അമ്മേ. അമ്മയ്ക്ക് സന്തോഷായോ? കിട്ടിയ കാശും കൊണ്ട് നീ ഇങ്ങോട്ട് വാ. ഓപ്പറേഷന്റെ കാര്യമൊക്കെ മനസ്സിലായി. ഓപ്പറേഷന്റെ കാര്യത്തിനായി കാശ് ചെലവാക്കണ്ട, അത് എനിക്ക് വേണ്ടി കൂട്ടിവെക്കാനല്ലേ? ഞാനവിടെ വരുമ്പോഴേ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ സ്വഭാവം മാറും. കേട്ടോ തങ്കം? അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ രാവും പകലുമില്ലാതെ സുന്ദരിയുടെ പിറകെ ഓടിക്കൊണ്ടിരുന്ന. എന്നിട്ടത് കിട്ടിയപ്പോ ശരി, ഞാനൊന്നും പറയുന്നില്ല. നീ രാവിലെ തന്നെ പോരില്ലേ? വരൂ അമ്മേ. പിന്നെ അമ്മ ഗോപാലമാമനെ കുറിച്ച് എന്തൊക്കെയോ പറയാറില്ലേ? ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇത് കിട്ടില്ലായിരുന്നു അമ്മേ.